ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ ഇന്ന് കേറ്ററ്റിന്റെ എക്സാമിനോട് ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ജിയോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങൾ ചെയ്തു നോക്കുകയാണ്. ആ ചോദ്യം, അതിന്റെ ഉത്തരങ്ങളിൽ എന്തുകൊണ്ട് ആ ഉത്തരം വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് നോക്കാം, ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാ: വിച്ച് റീജിയൻ ഹാസ് ഷോൺ എവിഡൻസ് ഓഫ് റെഡ്യൂസ്ഡ് ഓസോൺ ഡിപ്ലീഷൻ ഫോളോവിംഗ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് മോൺട്രിയൽ പ്രോട്ടോകോൾ? ഓസോൺ പാളിയെ സംരക്ഷിക്കാനായിട്ട് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള എഗ്രിമെന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സംഗതി, ഒരു പ്രോട്ടോകോൾ ആയിരുന്നു. അതിന്റെ റിസൾട്ട് ആയിട്ട് ഓസോണിന്റെ അളവ് എവിടെയായിരുന്നോ കുറഞ്ഞത്, അന്തരീക്ഷത്തിൽ നമ്മൾ ഭൂമിയുടെ ഏത് പ്രദേശത്തെ ഓസോൺ ആണോ അത്യാവശ്യം കുറവായിട്ട് കണ്ടത്, ആ ഭാഗത്തെ ഓസോണിന്റെ അളവ് അല്പം കൂടുകയും ഓസോണിന്റെ ഡിപ്ലീഷൻ ലെവൽ കുറയുകയും ചെയ്തതായിട്ട് കണ്ടെത്തി. അത് എവിടെയാണ് എന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ഏതാണ്? ഓസോൺ ഡിപ്ലീഷൻ എവിടെയാണ് സംഭവിക്കുന്നത് നമ്മൾ കണ്ടെത്തിയത്. ആ കണ്ടെത്തിയ സ്ഥലത്ത് തന്നെയാണ് ഓസോൺ ഡിപ്ലീഷൻ നടന്നിരുന്ന എത്രമാത്രമായിരുന്നു ഓസോൺ അവിടെ ഡിപ്ലീറ്റഡ് ആയി പോയത്, അല്ലെങ്കിൽ എത്രയാണ് ഓസോണിന്റെ അവിടെ അളവ് കുറഞ്ഞത്, അത് വീണ്ടും കൂടി പഴയ സ്ഥിതിയിലേക്ക് വരിക എന്നുള്ള തെളിവുകൾ നമുക്ക് കിട്ടി. അപ്പോൾ ഓസോണിന്റെ ശോഷണം സംഭവിച്ചതായി തെളിവ് കിട്ടിയ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ അന്റാർട്ടിക്കയാണ്. അന്റാർട്ടിക്ക എന്നൊരു ഡയറക്റ്റ് ചോദ്യം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഏത് ഉത്തരം ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യും സുഹൃത്തുക്കളെ? ദ ആൻസർ ഈസ് സൗത്ത് പോൾ. ഭൂമിയുടെ സൗത്ത് പോളിന്റെ ഭാഗത്താണ് നമ്മൾ ഓസോൺ ഡിപ്ലീഷൻ കണ്ടെത്തിയത്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ സൗത്ത് പോളിന്റെ പ്രദേശത്ത് ഓസോണിന്റെ അളവ് വളരെ കുറവാണെന്ന് നമ്മൾ കണ്ടെത്തി. അതുവഴി UV റേസ് ഒക്കെ നല്ലപോലെ എത്തുന്നു. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ആ ഭാഗത്തെ ഗ്ലേഷ്യസ് ഒക്കെ കുറേയൊക്കെ എന്താ പറയാ, ഒന്ന് ഉരുകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉരുകി വെള്ളം കൂടുതലായിട്ട് സമുദ്രത്തിലെത്തിയാൽ പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലാവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പൊ നോക്കുക, ഏത് വർഷമാണ് ഈ പ്രോട്ടോകോൾ വന്നത്? ഓസോണിനെ സംരക്ഷിക്കാനായിട്ട് ഈ പ്രോട്ടോകോൾ വന്ന വർഷം 1987 1987 ഇത് വരുന്നു. 1987 ഇതിൽ ഒപ്പിടുന്നു. അതിൽ ഒപ്പിട്ടിട്ട് ഇത് ആക്റ്റീവായിട്ട് വരുന്നത്, മോൺട്രിയൽ പ്രോട്ടോകോൾ എഫക്റ്റീവായിട്ട് ഓർ ആക്റ്റീവായിട്ട് വരുന്ന വർഷം 1989 ഇന്ത്യ ഇതിന്റെ പാർട്ടായിട്ട് മാറുന്ന വർഷമാണെങ്കിൽ 1992. ഈ അന്ന് UN അംഗമായിരുന്ന എല്ലാ രാജ്യങ്ങളും ഒപ്പുവെച്ചിരുന്നു. അപ്പൊ UN എല്ലാ അംഗരാജ്യങ്ങളും ഒപ്പുവെച്ച ഏക പരിസ്ഥിതി ഉടമ്പടി, ഏക എൻവയോൺമെന്റൽ ട്രീറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത് മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. എന്തിനെ നിരോധിച്ചു വേണം ഓസോണിനെ സംരക്ഷിക്കാൻ എന്ന് ചോദിച്ചാൽ CFC എന്ന സബ്സ്റ്റൻസ് ആണ് ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാക്കുന്നത്. അഥവാ ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് പ്രധാനപ്പെട്ട കൾപ്രിറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി. CFCയുടെ ഉപയോഗം ഓൾറെഡി നമ്മളിപ്പോൾ ഫ്രിഡ്ജിനും അല്ലെങ്കിൽ റെഫ്രിജറേറ്ററുകളിലെ AC-യിലൊക്കെ ആ കാലഘട്ടത്തിൽ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ടായിരുന്ന ആ CFCയുടെ അളവ് കുറയ്ക്കുകയും പുതുതായിട്ട് ഇനി മാനുഫാക്ചർ ചെയ്യുന്ന ഇങ്ങനെയുള്ള AC-യോ അല്ലെങ്കിൽ ഫ്രിഡ്ജുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഈ CFCക്ക് പകരം വേറെ ആരെങ്കിലും ഉപയോഗിക്കണം, അഥവാ ഇനി ഉൽപ്പാദിപ്പിക്കാതെ നിരോധിക്കുകയും ഓൾറെഡി ഉൽപ്പാദിപ്പിച്ചിട്ട് ഉപയോഗിക്കുന്നതിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് ഓസോണിനെ സംരക്ഷിക്കാമെന്നായിരുന്നു ഇവിടെ ട്രീറ്റിയിൽ ഇവർ സൈൻ ചെയ്ത് ഒപ്പിട്ടത്, അല്ലെങ്കിൽ അങ്ങനെ അവർ തീരുമാനമെടുത്തത്. അങ്ങനെ തീരുമാനമെടുത്ത് സക്സസ്ഫുൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അന്റാർട്ടിക്കയിലെ ഇവിടെ ഈ ഹോള് അല്ലെങ്കിൽ ഡിപ്ലീഷൻ കുറയുന്നതൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ കണ്ടെത്തുകയൊക്കെ ചെയ്തു. സോ മോൺട്രിയൽ പ്രോട്ടോകോൾ പ്രധാനപ്പെട്ട ഒന്നാണ്, വർഷമടക്കം ഓർത്തിരിക്കുക. രണ്ടാമത്തെ ചോദ്യം ചെയ്യാനായിട്ട് പോവാം. ഓൺ December 22 ഡ്യൂറിങ് വിന്റർ സോൾസ്റ്റൈസ്. അപ്പൊ December 22 നമ്മുടെ വിന്റർ സോൾസ്റ്റൈസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. നോർത്തേൺ ഹെമിസ്ഫിയറിലെ വിന്റർ സോൾസ്റ്റൈസ് ആണ്. ആ ദിവസം എവിടെയാണ് സൂര്യരശ്മികൾ ഡയറക്റ്റ് ആയിട്ട് പതിക്കുക? ഡയറക്റ്റ് ആയിട്ട് സൺറൈസ് നേരെ വന്ന് ചെരിയാതെ പതിക്കുന്നത് എവിടെയായിരിക്കും എന്നാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണോ, ഇക്വേറ്ററിലാണോ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലാണോ, ആർട്ടിക് സർക്കിൾ ഭാഗത്താണോ എന്നാണ് ചോദ്യം. ഏതാണ് ശരിയായ ഉത്തരം? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പറഞ്ഞേ. യെസ്, December 22 ഡയറക്റ്റ് ആയിട്ട് പതിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ പതിക്കുന്ന ഡേറ്റ്, ഡയറക്റ്റ് സൂര്യരശ്മി ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ എത്തുന്ന ഡേറ്റ് ആണെങ്കിൽ അത് ജൂൺ മാസം 21 ആണ്. ജൂൺ 21 എന്ന് വേണം പറയാൻ. ഇക്വേറ്ററിൽ 2 ഡേറ്റുകളിൽ പതിക്കുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട്. ഒന്ന് ജൂൺ കഴിഞ്ഞ് സെപ്റ്റംബർ 23 വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് പതിക്കും. മാർച്ച് മാസം 21 വരുമ്പോഴും ഡയറക്റ്റ് ആയിട്ട് പതിക്കും. ഇങ്ങനെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലോ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലോ ഡയറക്റ്റ് ആയിട്ട് പതിക്കുന്ന ദിവസങ്ങൾ, ട്രോപ്പിക് ഓഫ് ക്യാൻസറിലോ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലോ ഡയറക്റ്റ് ആയിട്ട് പതിക്കുന്ന ദിവസങ്ങൾ
ആ ദിവസങ്ങളെ വിളിക്കുന്ന പേര് സോൾസ്റ്റൈസുകൾ എന്നാണ്. സോ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ പതിക്കുന്ന ജൂൺ 21 ഒരു സോൾസ്റ്റൈസ് ആണ്. അത് നമ്മുടെ സമ്മർ സോൾസ്റ്റൈസ് എന്നറിയപ്പെടും. ഇനി അതുപോലെ ഡിസംബർ 22 ഒരു സോൾസ്റ്റൈസ് ആണ്. അത് നമ്മുടെ വിന്റർ സോൾസ്റ്റൈസ് എന്നാണ് അറിയപ്പെടുക. വിന്റർ സോൾസ്റ്റൈസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. എന്നാൽ മാർച്ച് 21 സെപ്റ്റംബർ 23 ഈ ഡേറ്റുകൾ അറിയപ്പെടുന്ന പേര് ഇക്വിനോക്സുകൾ എന്നാണ്. ഇക്വേറ്ററിൽ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് പതിക്കുന്ന ദിവസങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് ഇക്വിനോക്സുകൾ എന്നാണ്. ഇക്വിനോക്സ് എന്ന് വിശേഷിപ്പിക്കും. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഓരോ ഡേറ്റിലും എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളതാണ്. ശരിക്കും ഡിസംബർ 22 സിറ്റുവേഷൻ നോക്കിയാൽ, ഇത് ഡിസംബർ 22 സിറ്റുവേഷൻ ആണ്. ഡിസംബർ 22 ഈ സിറ്റുവേഷൻ നോക്കിയാൽ ഡയറക്റ്റ് ആയിട്ട് സൂര്യരശ്മി വന്ന് പതിക്കുന്നത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തായിരിക്കും, അതായത് നമ്മുടെ സതേൺ ഹെമിസ്ഫിയറിലായിരിക്കും സൂര്യന്റെ പ്രസൻസ് കൂടുതൽ, അല്ലെങ്കിൽ പകലിന് നല്ല പോലെ ദൈർഘ്യം ഉണ്ടാവുക. നോർത്തേൺ ഹെമിസ്ഫിയറിൽ കുറച്ചു നേരമേ പകല് കിട്ടത്തുള്ളൂ, കൂടുതൽ നേരവും രാത്രിയായിരിക്കും കിട്ടുക. അപ്പൊ നമുക്ക് ശരിക്കും ലോങ്ങസ്റ്റ് നൈറ്റ്, നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള നമുക്ക് ശരിക്കും ലോങ്ങസ്റ്റ് നൈറ്റ് അനുഭവപ്പെടുന്ന ദിവസമാണ് ഡിസംബർ 22. അതേസമയം ജൂൺ 21 എന്ന് പറഞ്ഞാലോ, നേരെ സൂര്യരശ്മി ഡയറക്റ്റ് ആയിട്ട് പതിക്കുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇവിടെയായിരിക്കും. ആ ജൂൺ 21 നമുക്ക് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡേയുമായിരിക്കും അനുഭവപ്പെടുക. ഇങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക, ലോങ്ങസ്റ്റ് ഡേ നമുക്കാട്ടോ പറയുന്നത്, ലോങ്ങസ്റ്റ് ഡേ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ അത് സംഭവിക്കുന്നത് ജൂൺ 21 ഇവിടെ ഡിസംബർ 22 ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് പതിക്കുന്നതുകൊണ്ട് നമ്മുടെ ഇവിടെ സൂര്യന്റെ സാന്നിധ്യം ഒരു സാമീപ്യം അത്ര സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ലോങ്ങസ്റ്റ് നൈറ്റ് ഇൻ NHS എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഈ കാര്യം കൂടെ അഡീഷണൽ ആയിട്ടൊന്ന് ചേർത്ത് വെച്ച് പഠിക്കുക, നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക. ഡ്യൂറിംഗ് ദ വിന്റർ സോൾസ്റ്റൈസ്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഡ്യൂറിംഗ് ദ വിന്റർ സോൾസ്റ്റൈസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ അറൌണ്ട് ഡിസംബർ 22 എർത്തിന്റെ നോർത്ത് പോൾ ശരിക്കും സൂര്യന്റെ അവിടെ നിന്ന് എവേ ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള സൂര്യരശ്മി ഒന്നും ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ വന്ന് പതിക്കത്തില്ല, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേ വന്ന് പതിക്കത്തുള്ളൂ. അത് ഈ സിറ്റുവേഷൻ ആണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അടുത്ത ചോദ്യം നമുക്ക് ചെയ്യാം. ചോദ്യം ഇതാണ്: The maps that are prepared by government agencies for revenue purpose is known as. റവന്യൂ പർപ്പസുകൾക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വ്യക്തമായി പറയാം, ലാൻഡ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഓരോ വ്യക്തിയും അവർക്ക് എത്രയാണോ സ്ഥലമുള്ളത് ആ സ്ഥലത്തിനനുസരിച്ചിട്ടായിരിക്കും വില്ലേജ് ഓഫീസിൽ കൊണ്ടുവന്ന് ലാൻഡ് ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഓരോ വ്യക്തിയും എത്ര രൂപ തരേണ്ടിയിരിക്കുന്നു എന്ന് കണക്കാക്കാൻ ആ വ്യക്തിയുടെ കീഴിൽ എത്ര സ്ഥലമാണുള്ളതെന്ന് അടയാളപ്പെടുത്തിയ ഒരു ഭൂപടമൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ലാൻഡ് ടാക്സ് ഒരു റവന്യൂ പർപ്പസ് ഒക്കെ കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാപ്പുകൾ ഏത് തരം മാപ്പാണ് എന്നാണ് ചോദ്യം. ആൻസർ ഏതാ? ആൻസർ ടോപ്പോഗ്രഫിക്കൽ മാപ്പ്, അറ്റ്ലസ് മാപ്പ്, കഡസ്ട്രൽ മാപ്പ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മാപ്പ്. ആൻസർ ഈസ് കഡസ്ട്രൽ മാപ്പ്. കഡസ്ട്രൽ മാപ്പ് എന്നാണ് വിശേഷിപ്പിക്കുക. ഇത് ലോക്കലി ഓരോരുത്തരുടെയും ഭൂസ്വത്ത് വിവരങ്ങളെ സൂചിപ്പിക്കുന്ന മാപ്പാണ്. ഇത് ഒരു കഡസ്ട്രൽ മാപ്പിന് ഇങ്ങനെ തന്നുള്ളൂ. നമ്മളിപ്പോൾ വീടിന്റെ സ്കെച്ച് എന്നൊക്കെ പറയത്തില്ലേ, ഇത് വഴിയാണ്. ഇത് ഓരോ ആൾക്കാരുടെയും പ്ലോട്ടാണ്. ഇത് ഗവൺമെന്റിന്റെ ആണ്. ഇതൊരു പ്രൈവറ്റ് വ്യക്തി ജെ സ്മിത്ത് എന്നൊക്കെ പറഞ്ഞൊരു എക്സാമ്പിൾ കൊടുത്തേക്കുന്ന കേട്ടോ. അങ്ങനെ ഓരോരുത്തരുടെയും സ്ഥലമാണ്, പുരയിടമാണ്, കൃഷിയിടമാണ് എന്നൊക്കെ പറഞ്ഞ് സൂചിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഓഫ് വൈറ്റ് കളറിലോ ഒക്കെയുള്ള ഒരു മാപ്പിനെ സൂചിപ്പിക്കുന്ന പേരാണ് കഡസ്ട്രൽ മാപ്പ് എന്ന് പറയുന്നത്. ഓർക്കുക, ഇത് ഓണർഷിപ്പ്, ഭൂ ഉടമസ്ഥാവകാശം സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള മാപ്പാണ്. ടാക്സേഷൻ പരിപാടിക്ക് ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ? ഓക്കെ, ഗുഡ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഇതിൽ ബാക്കിയുള്ള മാപ്പുകളെ എന്ന് പറഞ്ഞാൽ, ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ സവിശേഷതയും റെപ്രസെന്റ് ചെയ്യുന്ന മാപ്പാണ്. അതിൽ നാച്ചുറൽ ആയിട്ടുള്ള മൗണ്ടനും വാലീസും റിവേഴ്സും എല്ലാം ഉണ്ടായിരിക്കും. അതുപോലെ മനുഷ്യരുണ്ടാക്കിയ റോഡ്, വീട്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാം ഉള്ളതാണ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ്. അറ്റ്ലസ് മാപ്പ് എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താ പറയാ, യൂഷ്വലി എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വലിയ പ്രദേശത്തെ കവർ ചെയ്യുന്ന മാപ്പായിരിക്കും. അതിലേതെങ്കിലും തീമുകൾ ഉൾപ്പെടുത്തി ഒരു പ്രത്യേക തീമുള്ള മാപ്പ് വല്ലതായിരിക്കും എൻ്റെ അകത്ത് ഉണ്ടാവുക. ചിലപ്പോൾ ഭൂപ്രകൃതി കാണിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ വ്യവസായം കാണിക്കുന്നതായിരിക്കാം. അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ്, ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കാണിക്കുന്ന മാപ്പായിരിക്കാം. കുറെ തീമാറ്റിക് മാപ്പുകളുടെ ഒരു കളക്ഷനാണ് ശരിക്കും കഡസ്ട്രൽ മാപ്പ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ അത് എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കുന്ന മാപ്പൊക്കെയാണ് നമുക്ക് വേണ്ട. അടുത്തത്,
വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് കറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ലിത്തോസ്ഫിയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ക്രസ്റ്റ് ആൻഡ് അപ്പർ മാന്റിൽ. ഔട്ടർ കോർ ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. അസ്തനോസ്ഫിയർ ഈസ് ദ മോൾട്ടൺ പാർട്ട് ഫോംഡ് ബൈ ദ മോൾട്ടൺ റോക്ക്. ഏതാണ് പറയൂ തെറ്റായിട്ടുള്ളത്? പറയൂ. നമുക്ക് നോക്കാം. ലിത്തോസ്ഫിയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ക്രസ്റ്റ് ആൻഡ് അപ്പർ മാന്റിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലിത്തോസ്ഫിയർ ക്രസ്റ്റും അപ്പർ മാന്റിലും കൊണ്ട് തന്നെ ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന ഏരിയ തന്നെയാകുന്നു. ഔട്ടർ കോർ ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആളെ കിട്ടി. ഔട്ടർ കോർ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ശരിക്കും ഭൂമിക്കുള്ളിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന ഒരേ ഒരു പാളിയേ ഉള്ളൂ, അത് ഔട്ടർ കോർ ആണ്. ആ ഭൂമിക്കകത്തെ പാളികളെ ഇവിടെ വിശാലമായി തന്നിരിക്കുന്നു, നമുക്ക് നോക്കാം. ഭൂമിക്ക് ഉള്ളിലെ പാളികളെ ക്രസ്റ്റ് നമ്മൾ എടുത്താൽ അത് സോളിഡ് ആയിട്ടുള്ള ആളാണ്. ക്രസ്റ്റ് എന്ന് പറയുന്നത് സോളിഡ് ആയിട്ടുള്ള ആളാണ്. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ക്രസ്റ്റും അപ്പർ മാന്റിലും ചേർന്ന ഭാഗമാണ്. ക്രസ്റ്റും അപ്പർ മാന്റിലും ചേർന്ന ഇത്രയും ഏരിയയാണ് ശരിക്കും ലിത്തോസ്ഫിയർ എന്നറിയപ്പെടുക. ലിത്തോസ്ഫിയർ സോളിഡ് ആയിട്ടുള്ള ഭാഗമാണ്. ഇത് കഴിഞ്ഞാലുള്ള അസ്തനോസ്ഫിയർ എന്ന് പറയുന്ന ഏരിയ, ഇത് സെമി സോളിഡ് ഓർ സെമി ലിക്വിഡ് ആയിട്ടുള്ള ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയാ. ഇനി നോക്കൂ, ഔട്ടർ കോർ ലിക്വിഡ് ലെയർ ആണ്, ഇന്നർ കോറോ സോളിഡ് ആയിട്ടുള്ള ലെയറും ആണ്. അപ്പൊ ഇതിനകത്ത് ഭൂമിക്കകത്ത് പൂർണ്ണമായും ലിക്വിഡ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്നത് ഔട്ടർ കോർ ആണ്, ഓർത്തിരിക്കുക. ഇവരുടെ വിശേഷണങ്ങളും വേണമെങ്കിൽ ചോദിച്ചേക്കാം. വിശേഷണങ്ങൾ എങ്ങനെയാ? ഈ ഔട്ടർ കോറിനെ അല്ലെങ്കിൽ ഇന്നർ കോറിനെ ഒക്കെ മൊത്തത്തിൽ വിളിക്കുന്ന പേര് നിഫെ എന്നാണ്. ഇവരെ വിളിക്കുന്ന പേര് നിഫെ എന്നാണ്. നിഫെ എന്ന് പറഞ്ഞാൽ നിക്കലും അയണും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതിനാൽ ഇന്നർ കോറ് അല്ലെങ്കിൽ ഔട്ടർ കോറ് രണ്ടുപേരെയും പൊതുവെ വിളിക്കുന്ന പേര് നിഫെ എന്നാണ്. അതേസമയം ക്രസ്റ്റിന് 2 ഭാഗമുണ്ട്. ക്രസ്റ്റിന്റെ 2 ഭാഗത്തെ ഒന്നിനെ നമ്മൾ വിളിക്കും കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ വൻകര മുതൽ താഴ്ത്തോട്ടുള്ള ക്രസ്റ്റ്. നമ്മളുള്ള ഭൂമിയിൽ സമുദ്രവും കരയുണ്ടല്ലോ, ആ വൻകരയിൽ നിന്ന് പിന്നെ താഴ്ത്തോട്ടുള്ള ആ ഒരു ക്രസ്റ്റ് ഭാഗത്തെ വിളിക്കുന്ന പേര് കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നാണ്. അതിനെ വിളിക്കുന്ന പേര് സിയാൽ എന്നാണ്. സിയാൽ എന്ന് വിളിക്കും. ഇനി സമുദ്രത്തിന്റെ താഴെയുള്ള തറയില്ലേ, ഓഷ്യൻ ബെഡ്, ആ സമുദ്രത്തിന്റെ താഴെയുള്ള തറ മുതൽ പിന്നെ താഴ്ത്തോട്ടുള്ള ക്രസ്റ്റിനെ വിളിക്കുന്ന പേരോ സീമ എന്നാണ്. ഇത് സിലിക്കണും മഗ്നീഷ്യവും കൊണ്ട് നിർമ്മിതമായതാണ്. കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണെങ്കിൽ സിലിക്കണും അലൂമിനിയം കൊണ്ട് നിർമ്മിതമായതാണ്. അങ്ങനെ തന്നെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓർക്കുക, ഔട്ടർ കോറിന്റെ പ്രത്യേകത പറഞ്ഞു, അത് സോളിഡ് അല്ല, ലിക്വിഡ് ലെയർ ആണ്, ഓർത്തിരിക്കുക. മെയ്ഡ് ഓഫ് അയൺ ആൻഡ് നിക്കൽ ആണ്, അതുകൊണ്ട് നിഫെ എന്നറിയപ്പെടും, ഓർത്തിരിക്കുക. മാന്റിലിന്റെ താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ്, ഇന്നർ കോറിന്റെ പുറത്തായിട്ടും കാണപ്പെടുന്ന ഭാഗമാണ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് വൺ. ഇത് അറ്റ്മോസ്ഫിയറിക് ഹീറ്റിംഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതിലൊന്ന്, ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ വിൻഡ് പറഞ്ഞിരിക്കുന്നു. കണ്ടക്ഷൻ. ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് ടു ദ ഔട്ടർ സ്പേസ് ഇൻ ദ ഫോം ഓഫ് ലോങ് വേവ്സ്. അഡ്വെക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഹീറ്റഡ് എയർ എക്സ്പാൻസ് ആൻഡ് റൈസസ് അപ്പ്, അതിനെ വിളിക്കുന്ന പേര് കൺവെക്ഷൻ എന്നും പറഞ്ഞിരിക്കുന്നു. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന ഓർ പ്രസ്താവനകൾ? ഏതാ ആൻസർ പറയൂ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ വിൻഡ്, അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇവിടെ പറഞ്ഞേക്കുന്ന കണ്ടക്ഷൻ. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ബൈ ടച്ച്, ബൈ കോണ്ടാക്ട്, സ്പർശനത്തിലൂടെ, ടച്ചിലൂടെ, കോണ്ടാക്റ്റിലൂടെ ഹീറ്റ് സ്പ്രെഡ് ചെയ്യുന്ന മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് ശരിക്കും എന്ത്? അതിനെ വിളിക്കുന്ന പേരാണ് ശരിക്കും കണ്ടക്ഷൻ. ഇവിടെ തന്നിരിക്കുന്ന ശരിയാണോ? ഇത് തെറ്റാണ്. ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ വിൻഡ് ഹീറ്റിനെ, ചൂട് കാറ്റ് വീശുമ്പോൾ ചൂട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പരിപാടിയെ, അല്ലെങ്കിൽ തണുത്ത കാറ്റ് വീശുമ്പോൾ തണുപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടിയെ നമ്മൾ വിളിക്കുന്ന പേര് അഡ്വെക്ഷൻ എന്നാണ്. അതിനെ അഡ്വെക്ഷൻ എന്ന് വിശേഷിപ്പിക്കാം. ഇനി അടുത്തത്, heat is transferred from the surface of the earth to the outer space in the form of long waves. ഭൂമിയുടെ സർഫസിൽ നിന്നും അങ്ങ് സ്പേസിലോട്ട് ഭൂമിക്ക് കിട്ടിയ ചൂട് ഭൂമി പുറത്തോട്ട് ലോങ് വേവുകളായി, ദീർഘതരംഗങ്ങളായി പുറത്തോട്ട് വിടുന്നതിനെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ അതിനെ വിളിക്കുന്ന പേര്, അത് അഡ്വെക്ഷൻ ആണോ? അല്ല. അതിനെ വിളിക്കുന്ന പേരാണ് സുഹൃത്തുക്കളെ റേഡിയേഷൻ. റേഡിയേറ്റ് ചെയ്താണ് ഭൂമിയിൽ നിന്ന് പുറത്തോട്ട് പോവുക. റേഡിയേഷൻ അല്ലെങ്കിൽ വിളിക്കുന്ന പേര് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഭൂമിയുടെ തറയിൽ നിന്ന് വിടുന്നത് കൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നാണ്. ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഇത് രണ്ടും തെറ്റാ. ഓക്കെ, ഇനി അടുത്തത്,
ശരിയായിട്ടുള്ള പ്രസ്താവന ഏതേ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി മിച്ചമുള്ളത് ഏതാ? അത് ശരിയായാലേ പറ്റത്തുള്ളൂ. ഹീറ്റഡ് എയർ എക്സ്പാൻസ് ആൻഡ് റൈസസ് അപ്പ്. ചൂട് പിടിച്ച വായു വികസിച്ച് മേളിലോട്ട് ഉയർന്നു പോകുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? അത് കൺവെക്ഷൻ ആണ്. കൺവെക്ഷൻ അഥവാ സംവഹനം എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. അപ്പൊ മൂന്നാമത്തെ പ്രസ്താവനയാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. മൂന്നാമത്തെ പ്രസ്താവന ശരി. അപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഇവിടെ നോക്കുക, ഇത് തറയിൽ നിന്ന് നേരെ ചൂട് പുറത്തോട്ട് പോകുന്നത് ടെറസ്ട്രിയൽ റേഡിയേഷൻ ഈ വഴി സ്പേസിലോട്ടൊക്കെ പോകും നമുക്ക് പറയാം. ചൂട് പിടിച്ച വായു മേളിലോട്ട് ഉയർന്ന് മേളിൽ ചെന്ന് ചൂട് നഷ്ടപ്പെട്ട് തണുത്ത് താഴ്ത്തോട്ട് പോയി വീണ്ടും ഉയർന്നു പോയി ഇങ്ങനെ കറങ്ങുന്ന പരിപാടി നമ്മൾ വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ എന്ന് വിളിക്കും. ഇങ്ങനെ സൈക്കിളൊക്കെ ഉണ്ട്. ആ സൈക്കിളിനെയൊക്കെ നമ്മൾ ഹാർട്ട്ലി സെൽ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അത് ഒരു ടൈപ്പ് ഓഫ് സൈക്കിളൊക്കെയാണ്. പോട്ടെ. ഇനി അഡ്വെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടി വിളിക്കുന്ന പേരാണ്. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ തറയോട് മുട്ടി നിൽക്കുന്ന വായുവിലേക്ക്, തറയോട് ടച്ചിലുള്ള കോണ്ടാക്റ്റിലുള്ള വായുവിലേക്ക് തറയിൽ നിന്ന് ഇങ്ങനെ ചൂട് പടരുന്ന പ്രക്രിയയെ വിശേഷിപ്പിക്കുന്ന പേരാകുന്നു. അതിനെ അങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിക്കുക. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് റോക്ക് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഫോളോവിങ് ക്യാരക്ടറിസ്റ്റിക്സ്? താഴെ പറയുന്ന പ്രത്യേകതകൾ ഏത് റോക്കിൻ്റെതാണ്? ഫോസിൽസ് ആർ ആബ്സെന്റ് ഇൻ ദീസ് റോക്സ്. അതായത് ഫോസിലുകൾ ഒരിക്കലും ഈ റോക്കുകളിൽ കാണുകയില്ല. ഫോസിലുകൾ കാണാത്ത റോക്ക് എന്ന് പറയുമ്പോൾ ഫോസിലുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റോക്ക് ഏതാണെന്നറിയോ? അത് അടുക്ക് ശിലകൾ അടുങ്ങിയിരിക്കുന്ന സെഡിമെന്ററി റോക്കിലാണ്. ഈ സെഡിമെന്ററി റോക്കിന്റെ അടുക്കുകൾക്കിടയ്ക്ക് ഫോസിലൊക്കെ ഉൾപ്പെട്ട് അല്ലെങ്കിൽ ഫോസിൽ ലോക്കായിട്ടൊക്കെ കാണപ്പെടാറുണ്ട്. അപ്പോൾ എന്തായാലും സെഡിമെന്ററി റോക്ക് അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അടുത്തത്, ദേ കണ്ടെയ്ൻ എ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റാലിക് ഓറുകൾ. മെറ്റാലിക് ഓറുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് മാഗ്മയോ ലാവയോ തണുത്തുറഞ്ഞുണ്ടാവുന്ന ശിലകളിൽ നിന്നാണ്. അത്തരത്തിലുള്ള ശിലകളെ നമ്മൾ വിളിക്കുന്ന പേര് ഇഗ്നിയസ് റോക്ക് എന്നാണ്. സോ ഇഗ്നിയസ് റോക്ക് ഈസ് ദ റൈറ്റ് ആൻസർ. ഇഗ്നിയസ് റോക്ക് ആണ് വളരെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അതിനകത്ത് ഫോസിൽ കാണപ്പെടാത്ത എന്തുകൊണ്ടാ? ഇഗ്നിയസ് റോക്ക് നല്ല ഉരുകി തിളച്ച് നിൽക്കുന്ന മാഗ്മയോ ലാവയോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന. അപ്പൊ അതിൻ്റെ അകത്ത് ഫോസിലിന് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഫോസിലൊക്കെ ഉരുകി ചേർന്ന് പോവില്ലേ? ഇനി മെറ്റമോർഫിക് റോക്ക് ആണെങ്കിൽ അതും നല്ല ടെമ്പറേച്ചറും പ്രഷറും കിട്ടിയിട്ടുണ്ടാവുന്ന റോക്കാ. അപ്പൊ സെഡിമെന്ററി റോക്കിനകത്തിരിക്കുന്ന ഫോസില് അത് നല്ലപോലെ ചൂടും ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് വല്ല രൂപമാറ്റം വന്നിട്ടൊക്കെ ആയിരിക്കും പിന്നെ മാറുക. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, ഈ ഇഗ്നിയസ് റോക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്കകത്തുനിന്ന് മാഗ്മ പുറത്തോട്ട് വന്ന് ലാവയായിട്ടോ അല്ലെങ്കിൽ ഭൂമിക്കകത്ത് വെച്ച മാഗ്മ അങ്ങനെ തന്നെ തണുത്തുറഞ്ഞ് ഇൻട്രൂസീവ് റോക്കായി പയ്യെ തണുത്തുറഞ്ഞ് ഇങ്ങനെ രൂപപ്പെടുന്ന ആൾക്കാരാണ്. നോക്കണേ, പയ്യെ തണുത്തുറഞ്ഞ് ഭൂമിയുടെ അകത്ത് ചിലപ്പോൾ ഭൂമിയുടെ അകത്തുള്ള മാഗ്മ പതിയെ തണുത്തുറഞ്ഞ് ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്കായിട്ട് രൂപപ്പെടും. അതിനകത്ത് കുറെ മെറ്റാലിക് ഓറുകളും ഇതിനകത്ത് കുറെ ക്രിസ്റ്റലുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പരിപരുത്ത ക്രിസ്റ്റലുകളൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഈ ഗ്രാനൈറ്റ്, നമ്മുടെ കരിങ്കല്ല് എന്നൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള കല്ലുകളാണ്. അതേസമയം നോക്കുക, പുറത്തൂടെ ഒഴുകിയിട്ട് ലാവ ഭൂമിയുടെ സർഫസിലൂടെ ഒഴുകിയിട്ട് തണുത്തുറഞ്ഞ റോക്കുകൾ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാവുന്നതിനെ എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്ക് എന്നാണ് വിളിക്കുക. ഈ എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തണുത്തുറഞ്ഞ് ഉണ്ടാവുന്നതാണ്. അതിനകത്ത് വളരെ ഫൈൻ ആയിട്ടുള്ള ക്രിസ്റ്റൽസ്, വളരെ നേർത്ത ക്രിസ്റ്റൽസ് ആയിരിക്കും ഉണ്ടാവുക. വലിയ തരികൾ ഉണ്ടാവത്തില്ല. എന്തൊക്കെയാണെങ്കിലും ഈ ഇഗ്നിയസ് റോക്കുകളിൽ ഫോസിലിന്റെ പ്രസൻസ് ഉണ്ടാവാൻ യാതൊരുവിധ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ നിങ്ങൾക്കായി. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കോൾഡ് കറണ്ട് ഇൻ അറ്റ്ലാന്റിക് ഓഷ്യൻ? താഴെ തന്നിരിക്കുന്നത് കുറെ കോൾഡ് കറണ്ടുകളുടെ പേരാണ്, കോൾഡ് വാട്ടറുമായിട്ട് പോകുന്ന കറണ്ടുകളുടെ പേരാണ്. ഇതിലെ ഒരാൾ മാത്രം അറ്റ്ലാന്റിക് ഓഷ്യനിലെ കോൾഡ് കറണ്ട് അല്ല എന്ന് പറയുന്നു. അത് ബെൻഗ്വേലയാണോ, ഒയാഷിയോ ആണോ, കാനറി ആണോ, ലാബ്രഡോർ ആണോ? ആരാണ് ഇവിടുത്തെ ഉത്തരം? ഉത്തരം ശരി, ഒയാഷിയോ. ബെൻഗ്വേല, കാനറി, ലാബ്രഡോർ ഇതൊക്കെ അറ്റ്ലാന്റിക്കിൽ എവിടെയാണുള്ളത് എന്ന് കാണിച്ചു തരാം. നോക്കൂ, അറ്റ്ലാന്റിക്കില് ഈ ബ്ലൂ കളറിൽ കൊടുത്തേക്കുന്ന കോൾഡ് കറൻസിനെയാണ്. അതില് ഈ ഗ്രീൻലാൻഡിന്റെ, ഞാൻ പറയുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് സ്പോട്ട് ചെയ്യണം. ഇത് ഗ്രീൻലാൻഡ് ആണ്. ഗ്രീൻലാൻഡിന്റെ വെസ്റ്റ് സൈഡിലൂടെ ഇങ്ങനെ പോരുന്ന, അല്ലെങ്കിൽ ഇത് നോർത്ത് അമേരിക്കയാണ്. ആ നോർത്ത് അമേരിക്കയിൽ ഏറ്റവും നോർത്തിലുള്ള ഈ രാജ്യം കാനഡയാണ്. ഈ കാനഡയുടെ ഈസ്റ്റ് സൈഡിലൂടെ, കാനഡയ്ക്കും ഗ്രീൻലാൻഡിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ പോരുന്ന, തണുത്ത വെള്ളവുമായി പോരുന്ന ഈ പ്രവാഹമാണ് ലാബ്രഡോർ കറണ്ട് എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്നത്. ഇത് ഇർമിങ്ങർ എന്ന് പറയുന്ന വേറൊരു കറണ്ടാണ്. അത് പോട്ടെ, ലാബ്രഡോർ. പിന്നെ ഇവിടെ
നമ്മുടെ ഈ സഹാറ ഡെസേർട്ടൊക്കെ ഈ ഭാഗത്തുണ്ട്. അതിന്റെ വെസ്റ്റ് സൈഡിലൂടെ ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തൂടെ താഴ്ത്തോട്ട് പോരുന്ന ഒരു കറണ്ട് ഉണ്ട്. ഇതിന്റെ പേര് കാനറി എന്ന. ഇതും ഒരു കോൾഡ് കറണ്ടാ, കാനറി. ഇവിടെ തന്നിരിക്കുന്ന ബെൻഗ്വേല, ഇതും അറ്റ്ലാന്റിക് ഓഷ്യനിൽ തന്നെ ആഫ്രിക്കയുടെയൊക്കെ പടിഞ്ഞാറ് ഭാഗത്തൂടെ നോർത്തിലോട്ട് പോകുന്ന ഒരു കറണ്ടാണ് ഈ ബെൻഗ്വേല കറണ്ട്. ഇതൊക്കെ പേര് വരാനുള്ള കാരണം ഇവിടെ കാനറി ഐലൻഡ് എന്ന് പറഞ്ഞ സ്പെയിന്റെ കുറെ ദ്വീപുകളുണ്ട്, അതുവഴി പോരുന്നതാണ്. ഇത് ലാബ്രഡോർ സീയിലൂടെ പോരുന്നതുകൊണ്ട് അങ്ങനെ ലാബ്രഡോർ കറണ്ട് എന്ന് പേര് കിട്ടിയതാണ്. ഇവിടെ നോക്കിക്കോളൂ, നമ്മുടെ അങ്കോള എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ഇവിടെ. ആ അങ്കോളയുടെ ഭാഗമായിട്ട്, അങ്കോള എന്ന് പറയുന്ന രാജ്യത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ പ്രദേശമായിട്ട് ഒരു പോർട്ട് സിറ്റി ഉണ്ട്. ആ പോർട്ട് സിറ്റി അതിന്റെ പേരാണ് ബെൻഗ്വേല എന്ന് പറയുന്നത്. ബെൻഗ്വേല, ആ ബെൻഗ്വേലയിലാണ് അല്ലെങ്കിൽ അതിനോട് ചേർന്നാണ് അങ്കോള എന്ന രാജ്യത്തിന്റെ ഒരു പോർട്ട് സിറ്റി ആയിട്ടുള്ള ഈ ബെൻഗ്വേല ഓർ ബെനഗ്വേലയോട് ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ശീതപ്രവാഹം പോകുന്നത്. അപ്പൊ ഈ 3 പേരും എവിടെയുള്ളതാ? ഓപ്ഷനിൽ ഒയാഷിയോ തന്നു, അതും ശീതപ്രവാഹം തന്നെയാ. പക്ഷെ ആളുള്ളത് എവിടെയാ? അതുള്ളത് പസഫിക് ഓഷ്യനിലാണ്, ആളുള്ളത് പസഫിക് സമുദ്രത്തിലാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നോക്കൂ, ഒയാഷിയോ കോൾഡ് സബ് ആർട്ടിക് ഓഷ്യൻ കറണ്ട് ലൊക്കേറ്റഡ് ഇൻ ദ വെസ്റ്റേൺ പസഫിക് ഓഷ്യൻ ആണ്. പസഫിക് ഓഷ്യനിലാണ് ആള് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ബെൻഗ്വേല, കാനറി, ലാബ്രഡോർ എല്ലാം അറ്റ്ലാന്റിക് ഓഷ്യനിലെയാണ്. ഓക്കെ, യെസ്. അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. The landforms formed along the divergent margin between African plate and South American plate. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ഭൂമിയുടെ പുറമേയുള്ള സോളിഡ് ആയിട്ടുള്ള ഭൂമിയുടെ കവറിനെ വിളിക്കുന്ന പേരാണ്. വെച്ചാൽ ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള തറയല്ല പറയുന്നത്, തറ മുതൽ സോളിഡ് ആയിട്ട് കുഴിച്ചാൽ എവിടെ വരെ ഉണ്ടോ ആ പ്രദേശത്തെ മൊത്തം നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കും. ഇപ്പൊ ഒരു മുട്ട പുഴുങ്ങിയതെടുത്താൽ മുട്ടയുടെ പുറമേയുള്ള ആ ഒരു ഷെല്ലില്ലേ, ആ ഷെല്ല്, ആ തോടിനെ നമുക്ക് ലിത്തോസ്ഫിയർ എന്നും അകത്തുള്ള വെള്ളയെ നമുക്ക് മാൻറ്റിൽ എന്നും വെള്ളക്കകത്തുള്ള ആ ഉണ്ണിയെ നമുക്ക് കോർ എന്നും എടുക്കാം. അപ്പൊ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് അത് മാൻറ്റിലിന്റെ കുറച്ച് ഭാഗം ഉള്ള ആള് ആണ് കേട്ടോ, മാൻറ്റിലിന്റെ കുറച്ച് ഭാഗം കൂടെ ഉള്ള ആളാണ്. അങ്ങനെ ആ ക്രസ്റ്റിന്റെ അപ്പർ മാൻറ്റിലും ഉൾപ്പെടുന്ന സോളിഡ് ആയിട്ടുള്ള ഭൂമിയുടെ പുറത്തുള്ള കവറിനെ, ഭൂമിയുടെ പുറമേയുള്ള സോളിഡ് കവറിനെ വിളിക്കുന്ന പേരാണ് ശരിക്കും ലിത്തോസ്ഫിയർ. അത് ഓരോ പ്ലേറ്റുകളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അങ്ങനെ 2 പ്രധാനപ്പെട്ട പ്ലേറ്റ് ആണ് ആഫ്രിക്കൻ പ്ലേറ്റും സൗത്ത് അമേരിക്കൻ പ്ലേറ്റും. ആഫ്രിക്കൻ പ്ലേറ്റിന്റെയും സൗത്ത് അമേരിക്കൻ പ്ലേറ്റിന്റെയും ഇടയ്ക്കുള്ള മാർജിൻ, അതിർത്തി എന്ന് പറയുന്നത് ഡൈവേർജന്റ് മാർജിനാണ്. വിച്ച് മീൻസ് അവിടുത്തെ 2 പ്ലേറ്റുകൾ പരസ്പരം അകന്നു പോവുകയാണ് ചെയ്യുന്നത്. 2 പ്ലേറ്റുകൾ പരസ്പരം അകന്നു പോകുന്ന മാർജിനെ വിളിക്കുന്ന പേരാണ് ഡൈവേർജന്റ് ബൗണ്ടറി. ഇവിടെ എന്തോ ഒരു ലാൻഡ് ഫോം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു, അതിന്റെ പേരെന്താണെന്നാണ് ആൻസർ. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് ആണ്. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് നിങ്ങൾ നോക്കിയേ, 2 പ്ലേറ്റുകൾ പരസ്പരം അകന്നു പോവാണ്. ഇവിടെ ആഫ്രിക്കൻ പ്ലേറ്റ് ഉണ്ട്, നിങ്ങൾ കരുതുക ആഫ്രിക്കൻ പ്ലേറ്റ് ഇങ്ങനെ അകന്നു പോകുന്നു. ഇവിടെ സൗത്ത് അമേരിക്കൻ പ്ലേറ്റ് പരസ്പരം ഇങ്ങനെ അകന്നു പോവാന്ന് കരുതുക. ഈ 2 പ്ലേറ്റുകൾ അകന്നു പോകുമ്പോൾ ഇവിടുന്ന് മാഗ്മ ഉയർന്നു വന്ന് തണുത്തുറഞ്ഞ് ചെറിയൊരു റിഡ്ജ് ഫോം ചെയ്യും. റിഡ്ജ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പർവ്വതനിര പോലെയുള്ള വലിപ്പാണ്. ആദ്യം ഇവർ അകന്നു പോകുമ്പോൾ ചെറിയൊരു വാലി പോലെ ഒരു ഡിപ്രഷൻ ആയിരിക്കും ഉണ്ടാവുക. ആ ഡിപ്രഷനിലേക്ക് മാഗ്മ താഴേന്ന് വന്ന് നിറഞ്ഞ് ആ മാഗ്മ നിറഞ്ഞ് അത് തണുത്തുറഞ്ഞ് അതൊരു റിഡ്ജായിട്ട് ഇങ്ങനെ മാറും. അതിനെ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന് വിളിക്കും. ഇതൊരു മൗണ്ടൻ റേഞ്ച് പോലെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ആളായതുകൊണ്ട് ഇതിനെ മലയാളത്തിൽ മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്നും വിശേഷിപ്പിക്കാറുണ്ട്. മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര. ഇത് ഭയങ്കര വോൾക്കാനിക് ആക്ടിവിറ്റി ഉള്ള മാഗ്മയുടെയൊക്കെ നല്ല പ്രസൻസ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഇടയ്ക്കായിട്ട് ഉള്ളതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിപ്പോ ജസ്റ്റ് ഈ 2 പ്ലേറ്റുകൾ എന്ന് മാത്രമല്ല പറയാൻ പറ്റുക. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ഇതിവിടെ കണ്ടില്ലേ, ഇത് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണെങ്കിൽ ഈ അതിർത്തി പോകുന്നത് ഇങ്ങനെയാ. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന് പറയുന്ന റിഡ്ജ് നീണ്ടു പോകുന്നത് ഇങ്ങനെയാ. അപ്പൊ ഈ ഭാഗത്തെ പ്ലേറ്റ് നമുക്ക് യൂറേഷ്യൻ പ്ലേറ്റ് എന്ന് വിളിക്കാം. ഈ യൂറേഷ്യൻ പ്ലേറ്റ്, ഇത് നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്.
ഈ രണ്ട് പ്ലേറ്റിന്റെയും ഇടയ്ക്കുള്ള ഡൈവേർജന്റ് ബൗണ്ടറിയിലാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് ഉള്ളതെന്ന് പറഞ്ഞാൽ അതും ശരിയാ. അതായത് യൂറേഷ്യൻ പ്ലേറ്റും ഈ നോർത്ത് അമേരിക്കൻ പ്ലേറ്റും പരസ്പരം അകന്നു പോകുന്നതിന്റെ ഇടയിൽ ഇത്രയും ഭാഗം മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതും ശരിയാ. ഇനി ഇവിടെ ഇത് ആഫ്രിക്കയുടെ പാർട്ടാണ്, ആഫ്രിക്കൻ പ്ലേറ്റ് ആണ്. ഇവിടെയുള്ളതോ സൗത്ത് അമേരിക്കൻ പ്ലേറ്റ് ആണ്. ആ സൗത്ത് അമേരിക്കൻ പ്ലേറ്റ് അകന്നു പോകുന്നതും ആഫ്രിക്കൻ പ്ലേറ്റ് അകന്നു പോകുന്നതിന്റെ ഇടയിലുള്ള ആളാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന് പറഞ്ഞാൽ അതും ശരിയാ. കാരണം ഈ അറ്റ്ലാന്റിക്കിന്റെ വടക്ക് നിന്ന് തെക്ക് വരെ ഇങ്ങനെ എസ് ആകൃതിയിൽ വളരെ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ബൗണ്ടറിയാണ്, അല്ലെങ്കിൽ അവിടെയുള്ള ഭൂരൂപമാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്നറിയപ്പെടുന്നത്. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ജോഗ്രഫിയുടെ കോൺസെപ്ച്വൽ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രതീക്ഷിക്കാവുന്നതാണ്. വന്നാൽ എഴുതാൻ പറ്റണം. അപ്പൊ എന്തുകൊണ്ട് ഇതൊക്കെ ഉത്തരമായി എന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ് ഇതുവരെ. നിങ്ങൾക്ക് കാര്യം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് പോയി എക്സാം എഴുതൂ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്.